ജീവൻ 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 എവിടെയാ? ജീവൻ എപ്പോഴും എടുത്ത് കാണിക്കാൻ കഴിയും നിങ്ങൾക്ക്, നമ്മളിലൂടെ കൂടാതെ തന്നെ. ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, നമ്മൾ ആത്മാവാണ്, ജീവനാണ്, അല്ലേ, ഊർജമാണ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾക്കത് വിലയില്ല. എന്നിട്ട് കാണിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നിശ്ചലമായി കിടക്കുന്ന തണുത്ത വെള്ളം, അതിൻ്റെ അടിയിൽ തീ കത്തിച്ചു, അഗ്നി കത്തിച്ചെടുത്തു. അപ്പോ ആ അഗ്നി തീ ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് പകരും, അല്ലെ, പാത്രത്തിലേക്കും വെള്ളത്തിലേക്കും പകരും. എന്നിട്ട് ആ വെള്ളം ഈ തീയെ പോലെ ചൂടാവും. അപ്പൊ തീ അതിലേക്ക് പകരാണ്, അല്ലേ, ചൂടായി തളച്ച് തുള്ളിച്ചാടി. അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കില്ലേ, എന്ന പോലെ തന്നെ ആ വെള്ളം ജ്വലിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ജീവൻ നൽകുന്ന ആരാ? ആ പ്രവൃത്തി നൽകുന്ന ആരാ? നിശ്ചലമായി നമുക്ക് കാണാത്ത പ്രത്യക്ഷത്തിൽ ആരാ പ്രവൃത്തി നൽകുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്? ആ ജ്യോതിയാണ്. അതാണ് ജഗത് ജ്യോതി എന്ന് പറഞ്ഞത്. അതാണ് അഗ്നി ചൂടാണ് ചലിപ്പിച്ച്. ഇപ്പം ഈ തുള്ളിച്ചാടുന്ന വെള്ളങ്ങളെ എന്ന പോലെ നമ്മളിലൂടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. ഈ അഗ്നിയിൽ നിന്നാണ് ആ പ്രകാശം, ആ നൂറുള്ള ജ്യോതി എന്നൊക്കെ പറഞ്ഞത് അഗ്നികുണ്ഡമാണ്. നിങ്ങൾ ഉദയത്തിലും അസ്തമയത്തിലും കാണാം, അല്ലേ, അഗ്നികുണ്ഡത്തെ, ഇല്ലേ, ഉദയത്തിലും അസ്തമയത്തിലും ആ ചോന്ന അഗ്നികുണ്ഡത്തെ അല്ലേ കാണും നമ്മള്.